ഉപദേശിക്കുന്നതിന് മുൻപ് ആലോചിക്കുക. ആരെങ്കിലും ഉപദേശിക്കുന്നതിന് മുൻപ് അവരത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുമോ എന്ന് നാം ആലോചിക്കണം. അവരത് പ്രകാരം പ്രവർത്തിക്കുമോ? അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടാകുമോ? ഉപദേശിക്കുന്ന കൊണ്ടുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അത് നമ്മെ ബാധിക്കാനിടയുണ്ട്. എങ്ങനെയാണെന്നോ ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു വലിയ മനോഹരമായ വൃക്ഷത്തിന്റെ ശാഖയിൽ 2 കുരുവികൾ സന്തോഷത്തോടെ അവയുടെ കുരുവിക്കൂട്ടിൽ വസിച്ചിരുന്നു. ഒരു ദിവസം കനത്ത മഴ പെയ്തു. അതിശക്തമായ കാറ്റടിച്ചു. ഭയങ്കര തണുപ്പ് കാരണം ആൺകുരുവിയും പെൺകുരുവിയും തണുത്തു വിറച്ചിരുന്നു. പക്ഷെ അവയുടെ കൂട്ടിൽ സുരക്ഷിതരായിരുന്നു. പെട്ടെന്ന് മഴ കാരണം ദേഹം മുഴുവനും നനഞ്ഞു കുളിച്ച ഒരു കുരങ്ങൻ അതുവഴി വന്ന് മരത്തിനടിയിൽ അഭയം പ്രാപിച്ചു. വല്ലാതെ മഴ നനഞ്ഞിരുന്നതിനാൽ ആ കുരങ്ങനും തണുത്തു വിറങ്ങലിച്ചാണിരുന്നത്. കുരങ്ങനെ കണ്ട 2 കുരുവികളും സംസാരിക്കാൻ തുടങ്ങി. ആ കുരങ്ങൻ തണുത്തു വരച്ചിരിക്കുന്നുണ്ടോ? നമുക്കതിനെ സഹായിച്ചാലോ? അതിനെയോ? നമ്മൾ രണ്ടുപേരും വളരെ ചെറുതല്ലേ, നമ്മൾ എങ്ങനെ ഇത്രയും വലിയ കുരങ്ങനെ സഹായിക്കുക? നമ്മളതിനെ നേരിട്ട് സഹായിക്കണമെന്നില്ല, നമുക്കതിനൊരു ഉപദേശമോ നിർദ്ദേശമോ മറ്റോ നൽകാമല്ലോ. ഉപദേശമോ? കുരങ്ങനോ? അവനൊരു മുൻകോപിയാ. നീ ഉപദേശിച്ചാൽ അവനത് കേൾക്കൂ. പറഞ്ഞു നോക്കാം, അതനുസരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവന്റെ ഇഷ്ടം. വെറുതെ അവനെ ഉപദേശിച്ച് പ്രശ്നത്തിൽ വീഴണ്ട, സൂക്ഷിച്ചു വേണം. വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. നോക്കൂ കുരങ്ങച്ചാരെ, ഇവിടെ നോക്കൂ, ഞാൻ മുകളിലുണ്ട്. ഓ കുരുവിയോ, ഞാൻ ആകെ മഴയിൽ തണുത്ത് വിറച്ചിരിക്കുകയാണ്. എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ ശല്യം ചെയ്യല്ല, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ പറയട്ടെ? എന്താണ് പറയാനുള്ളത്? വേഗം പറയണം, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. ഒന്നുമില്ല, എനിക്ക് ചെറിയ കൊക്കാണെങ്കിലും മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാനായി ഞാനൊരു കൊച്ചു കൂട് കെട്ടിയിട്ടുണ്ട്. കുരങ്ങച്ചാർ ഇത്രയും വലുതല്ലേ, 2 കാലുകളും 2 കൈകളും ഉണ്ട്. സ്വയം രക്ഷിക്കാനായി കുരങ്ങച്ചാർക്കൊരു വീട് കെട്ടിക്കൂടെ? സന്തോഷമായി കഴിയാം, ഇങ്ങനെ മഴയും നനയേണ്ട കാര്യമില്ലല്ലോ. കുരുവി പറഞ്ഞതിലും കാര്യമുണ്ടെങ്കിലും കുരങ്ങൻ അത് നല്ല കാഴ്ചപ്പാടിൽ എടുത്തില്ല. അതിന് ദേഷ്യം വന്നു. ദേഷ്യം മൂത്ത കുരങ്ങൻ മരത്തിന് മുകളിൽ ചാടി കയറി കുരുവിക്കൂട് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. 2 കുരുവികൾക്കും വളരെ സങ്കടമായി. അവ ആകാശത്തേക്ക് പറന്നു. ഗുണപാഠം: ആരാണ് നമ്മെ ഉപദേശിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാതെ ആ ഉപദേശത്തിൽ നിന്ന് നമുക്ക് നന്മയുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കാം.